പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LDC LGS എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ എക്സാമാണ് നടത്താൻ പോകുന്നത്. SCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള 70 ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. സയൻസ് GK ചോദ്യങ്ങളാണ്. 70 മാർക്കിൽ മുഴുവൻ മാർക്ക് നേടാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ഉത്തരം ബ്യൂട്ടേൻ ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG. LPGയുടെ പൂർണ്ണനാമം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പ്രധാന ഘടകം ബ്യൂട്ടേൻ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 2005 ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? ഉത്തരം 42ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഝാറിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? ഉത്തരം 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന സസ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന സസ്യവിള ഏതാണ്? ഉത്തരം പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന സസ്യവിള. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏതാണ്? പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. DDTയെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ഉത്തരം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നാണ് 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ 2022, 23 വർഷങ്ങളിലെ തീമുകളായിരിക്കും ചോദിക്കാൻ സാധ്യത. ലോക പരിസ്ഥിതി ദിനം, ജലദിനം, വനദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തീമുകളും എല്ലാ മുദ്രാവാക്യങ്ങളും പഠിച്ചിരിക്കണം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഉത്തരം ഏഴോം നെല്ലിനമാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഗൗരി പാർവതി ബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് ആരാണ്? പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ ആണ് കേരളസിംഹം എന്ന് പറയുന്ന നോവൽ രചിച്ചിട്ടുള്ളത്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു?
1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ് ആണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കുമാരഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു ആ ഒരേയൊരു മലയാളി. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പ്രയോഗിച്ചത്. അടുത്ത ചോദ്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും. ആരുടെ പ്രഖ്യാപനമാണ് ഇത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും. ആരുടെ പ്രഖ്യാപനമാണിത്? ഉത്തരം അയ്യങ്കാളിയുടെ പ്രഖ്യാപനമായിരുന്നു ഇത്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണജാഥ നടത്തുന്നത്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു സവർണജാഥ. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം ജാതിക്കുമ്മയാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂരാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഉത്തരം കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം ഷൊർണൂർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം MD വത്സമ്മയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി നടൻ ആരാണ്? ഉത്തരം PJ ആന്റണി. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഉത്തരം കുന്തിപ്പുഴ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 ആചരിക്കുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം VO ചിദംബരപ്പിള്ള. INA രൂപീകരിച്ചത് ആരായിരുന്നു? INA രൂപീകരിച്ചത് ആരായിരുന്നു? ഉത്തരം റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്?
ഉത്തരം ലിട്ടൻ പ്രഭുവാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏതാണ്? ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏതാണ്? 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത്? ഉത്തരം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഉത്തരം ആന. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ പറ്റി പറയുന്നത്? ഉത്തരം പാർട്ട് 4A മൗലിക കടമകളെപ്പറ്റി പറയുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം 226. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 22 ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഉത്തരം ബംഗാളി. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? അവിടെ 10 വിളകളാണ് കൊടുത്തിട്ടുള്ളത്. നെല്ല്, ഗോതമ്പ്, കടുക്, പുകയില, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല. ഇതിലേതാണ് ഖാരിഫ് വിള അല്ലാത്തത്? ഉത്തരം 2, 3, 4, 8 എന്നിവയാണ് ഖാരിഫ് വിള അല്ലാത്തത്. 2 എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഗോതമ്പ്, കടുക്, പുകയില എന്നിവ റാബി വിളകളാണ്. അതേപോലെ പഴവർഗ്ഗം എന്ന് പറയുന്നത് സെയ്ത് വിളയാണ്. ഖാരിഫ് വിളയാണ് നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല തുടങ്ങിയവ. അപ്പോൾ ഈ ഖാരിഫ് വിളകളും അതേപോലെ റാബി, സെയ്ത് വിളകളെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഞാൻ പ്രസ്താവന വായിക്കാം. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾക്ക് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. ഇതിലേതാണ് കരിമ്പ് കൃഷിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബന്ധമില്ലാത്തതാണ് ഉത്തരമായിട്ട് വരുന്നത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമുള്ളത് എന്ന പ്രസ്താവന തെറ്റാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണുള്ളത്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. കരിമ്പ് കൃഷിയെ സംബന്ധിച്ച് കരിമ്പ് കൃഷിക്ക് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണുള്ളത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗമാണ്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗമാണ്? ഉത്തരം സമതലങ്ങളാണ്. ഉത്തരം മഹാസമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഉത്തരം ലൂ ആണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1924. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരായിരുന്നു? ഉത്തരം കുഞ്ഞാലിമരക്കാർ മൂന്നാമനായിരുന്നു. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്?
ഉത്തരം മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? ഉത്തരം അവകാശ സംരക്ഷണമാണ് നിർബന്ധിതമായിട്ടുള്ള ചുമതല. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ഉത്തരം മെനിഞ്ചസ് ആണ്. 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ബാക്ടീരിയ രോഗം അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം ഹെപ്പറ്റൈറ്റിസ് ആണ്. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഉത്തരം തെന്നി നീങ്ങുന്ന സന്ധിയാണ്. കേരളത്തിൽ ശിശുമാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശലഭം പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാരകമായ നിപ്പയ്ക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? മാരക രോഗമായിട്ടുള്ള നിപ്പയ്ക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? ഉത്തരം വൈറസ് രോഗമാണ് നിപ്പ. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഉത്തരമായിട്ട് വരുന്നത് വികിരണം വഴിയാണ് അവിടെ താപപ്രശ്നം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? ഉത്തരം നീരാവി ആയിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഊർജം. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലെ ഘടകമൂലകങ്ങൾ. H2O, ഹൈഡ്രജനും ഓക്സിജനും. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തണം. ശരിയായ ജോഡി കണ്ടെത്തുക. കണങ്ങളും അവയുടെ ചാർജും കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഉത്തരം 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ജോഡി. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അതേപോലെ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. 1ഉം 3ഉമാണ് ശരി. ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല. അടുത്ത ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഉത്തരം സിങ്കിന്റെ അയിരാണ് കലാമിൻ. അവസാനത്തെ ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? ഉത്തരം PVC ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. 70 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് SCERT മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അത് ഉപകാരപ്പെടും. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു എക്സാമുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.